ഹായ് ഫ്രണ്ട്സ്, നിങ്ങളീ കാണുന്നത് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. ഈ ആംപ്ലിഫയർ ഞാൻ ചെയ്തിരിക്കുന്നത് 52001943 വരുന്ന ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ബോർഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതും ഓഡിയോക്സ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ബോർഡാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ആംപ്ലിഫയറിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ടോൺ കൺട്രോൾ ബോർഡ് ബ്ലാക്ക് സ്ട്രിപ്പ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെയാണ്. 3-വേ ടോൺ കൺട്രോൾ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ആംപ്ലിഫയറിൻ്റെ വാട്ട്സ് വരുന്നത് ഒരു ചാനലിൽ 100 വാട്ട്സാണ്, രണ്ട് ചാനലും കൂടി 200 വാട്ട്സാണ്. നല്ലൊരു 3-വേ ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വർക്കിംഗ് തന്നെ കിട്ടും. നല്ല സ്പീക്കറായിരിക്കണം. ഈ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വോളിയം കൺട്രോളും അതുപോലെ തന്നെ ഇൻപുട്ട് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചും അതുപോലെ ബാസ്, ട്രബിൾ, മിഡ്, ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോളും അതുപോലെ തന്നെ ഒരു പവർ സ്വിച്ചും ആണുള്ളത്. പിന്നെ USB പോർട്ടും ആണുള്ളത്. ഈ ആംപ്ലിഫയറിൽ ബ്ലൂടൂത്ത് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പെൻഡ്രൈവ് ഉപയോഗിക്കാം. പിന്നെ RCA ഇൻപുട്ടും ഈ ഒരു ആംപ്ലിഫയറിലുണ്ട്. ഈ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് AC കോഡ് വയർ കണക്ട് ചെയ്യാനുള്ള ഒരു സോക്കറ്റും അതുപോലെ തന്നെ സ്പീക്കർ വയർ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റും, അത് നല്ലൊരു ബനാന സോക്കറ്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ RCA ഇൻപുട്ട് സോക്കറ്റുമാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. ഇതുപോലുള്ള ആംപ്ലിഫയറുകൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. 5.1 ആണെങ്കിലും ഇതുപോലുള്ള സ്റ്റീരിയോ ആണെങ്കിലും 2.1 ആണെങ്കിലും ഏത് ആംപ്ലിഫയർ ആണെങ്കിലും ഞാൻ അസംബിൾ ചെയ്ത് തരും.